enough to say goodbye. Oh, if I said what's so. നമ്മൾ ഇതിൻ്റെ നമ്മുടെ മലയാളം പാട്ടുകളൊക്കെ ഇതിൻ്റെ പേപ്പർ കീറി. ഫിലിപ്സിൻ്റെ 8 ഇഞ്ച് വിൻറ്റേജ് ഫുൾ റേഞ്ച് സ്പീക്കറിൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയാലോ. മിസ്റ്റർ ജി ബിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഫിലിപ്സിൻ്റെ 8 ഇഞ്ച് ഫുൾ റേഞ്ച് സ്പീക്കറാണ്. അപ്പം 90s ഉള്ളവർക്ക് പെട്ടെന്ന് കത്തും ഈ ഒരു സ്പീക്കർ. ഇത് ആക്ച്വലി 8 ഇഞ്ച് സ്പീക്കറാണ് കേട്ടോ. പണ്ടൊക്കെ 6 ഇഞ്ച് ഫിലിപ്സിൻ്റെ ആ ഒരു ഒക്ടാഗണൽ ഷേപ്പുള്ള ഫുൾ റേഞ്ച് സ്പീക്കർ വളരെ ഫേമസ് ആയിരുന്നു. കാരണം പക്ക വോക്കൽ ക്വാളിറ്റി. ഇപ്പം ഒരു PA സിസ്റ്റത്തിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ശബ്ദം വളരെയധികം ദൂരത്തേക്ക് എറിഞ്ഞെത്തിക്കാൻ പറ്റിയ ഒരു വൂഫറായിരുന്നു, അല്ലെങ്കിൽ ഒരു സ്പീക്കറായിരുന്നു ഫിലിപ്സിൻ്റെയൊക്കെ ആ ഒരു സ്പീക്കർ. അപ്പോൾ ഇപ്പോൾ നമുക്കത് കിട്ടാനില്ല. കാരണം ഫിലിപ്സ് ഈ ഒരു സ്പീക്കറിൻ്റെ പ്രൊഡക്ഷൻ നിർത്തി അവരുടെ ബ്രാൻഡൊക്കെ മറ്റ് കമ്പനികൾക്ക് സെല്ല് ചെയ്തു. ഇപ്പം ഫിലിപ്സിൻ്റെ സ്പീക്കർ, അതായത് ഈ പറയുന്ന ഫുൾ റേഞ്ച് സ്പീക്കറിൻ്റെ പ്രൊഡക്ഷൻ ഇല്ല. അവർ ഹോം തിയേറ്റർ, ബ്ലൂടൂത്ത് സ്പീക്കർ അങ്ങനെയൊക്കെയുള്ള ഒരു കംപ്ലീറ്റ്ലി ഒരു എന്താ പറയുക ആക്റ്റീവായിട്ടുള്ള സിസ്റ്റംസാണ് ഇപ്പോൾ അവർ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന സ്പീക്കറുകളൊന്നും ഇപ്പോൾ കിട്ടാനില്ല ആക്ച്വലി. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു പഴയ സ്റ്റോക്കാണ്. നമുക്ക് ബോക്സ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, കുറേ അഴുക്കൊക്കെ പറ്റി. ഇത് അത്യാവശ്യം പഴയ സ്റ്റോക്കാണ്. അപ്പോൾ ഇനി ഇത് എവിടുന്നാണ് വാങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ വാങ്ങിയത് പത്തനംതിട്ട ജില്ലയിലെ അടൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വാങ്ങിയത്. ഞാൻ ഈ ഒരു സാധനം വാങ്ങാനായിട്ട് ഇലക്ട്രോണിക് കടയിൽ കയറിയപ്പോൾ കടയുടെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഞാൻ എന്തായാലും അതിൻ്റെ നമ്പരും കടയുടെ പേരും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് വാങ്ങാൻ കയറിയപ്പോൾ 10 സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഇതിന് നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. കാരണം നമ്മളൊക്കെ ഒരു സ്പീക്കർ ഉപയോഗിക്കാൻ തുടങ്ങിയ സമയത്തേക്ക് എന്ത് ചെയ്തു, ഫിലിപ്സിൻ്റെ ഒരു വൂഫർ സ്പീക്കറെല്ലാം പ്രൊഡക്ഷനൊക്കെ നിർത്തി കഴിഞ്ഞിരുന്നു. ഇതേപോലെ തന്നെയാണ് ബോൾട്ടൻ്റെ വൂഫറും. അപ്പം ഇത് ഒറിജിനലാണോ അല്ലയോ എന്നുള്ളത് സംശയമൊന്നും വേണ്ട. ഇത് ഒറിജിനൽ തന്നെയാണ്, പഴയ സ്റ്റോക്കാണ്. ഫിലിപ്സ് പ്രൊഡക്ഷൻ നിർത്തുന്നതിന് തൊട്ട് മുമ്പ് ഇറങ്ങിയ ഒരു മോഡലാണിത്. ഒരു ഫുൾ റേഞ്ച് സ്പീക്കറാണിത്. അപ്പോൾ നമ്മൾ ആ കടയിൽ ചെന്നപ്പോൾ 10 സ്റ്റോക്ക്, ഓൾഡ് സ്റ്റോക്കാണെന്ന് തോന്നുന്നു, 10 സ്റ്റോക്ക് ഇരിപ്പുണ്ടായിരുന്നു. ഞാനിത് വാങ്ങാൻ ചെന്ന 2 ദിവസം കഴിഞ്ഞിട്ട് വാങ്ങാൻ ചെന്നപ്പോഴത്തേനും വളരെ കുറഞ്ഞ 4 സ്റ്റോക്കുകൾ മാത്രമേ ഉള്ളായിരുന്നു. 2 നമ്മൾ വാങ്ങി. അപ്പം അതിൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ക്വാളിറ്റി ചെക്കിങ്, അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ അഹൂജ 4040 SM തന്നെ കൊടുത്ത് അതിൻ്റെ ഒരു പെർഫോമൻസ് നമ്മളിന്ന് ചെക്ക് ചെയ്യും. കാരണം ഈ ഒരു ഫിലിപ്സിൻ്റെ സ്പീക്കറും അഹൂജ 4040 SM പെർഫെക്റ്റ് കോമ്പിനേഷൻ ആണെന്ന് പറയാൻ പറ്റും. കാരണം ഇത് ഫുൾ റേഞ്ച് ആണ്. ഇതിന് പക്കയായിട്ട് ബേസ് അല്പം കുറവാണെങ്കിൽ പോലും വോക്കൽ അടിപൊളിയായിട്ട് ഔട്ട് തരുന്ന ഒരു സ്പീക്കറാണ് ഈ ഒരു ഫിലിപ്സിൻ്റെ സ്പീക്കർ എന്ന് പറയുന്നത്. പണ്ടൊക്കെ 6 ഇഞ്ച് ഫുൾ റേഞ്ച് ഒക്ടാഗണൽ ഷേപ്പുള്ള സ്പീക്കറായിരുന്നു വളരെയധികം ഫേമസ് ആയിട്ടുള്ളത്. ഒരു 20 വാട്ട്സിനകത്ത് കറക്റ്റ് 20 വാട്ട്സ് നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ അതിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഈ ഒരു സ്പീക്കർ ഉണ്ടെങ്കിൽ നമുക്ക് ബോക്സിലൊന്നും വെക്കേണ്ട ഒരു ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ നല്ല ഔട്ട് നമുക്ക് കിട്ടുന്ന ഒരു സ്പീക്കറായിരുന്നു. എന്തായാലും നമുക്ക് 2 പീസ് ഇരിപ്പുണ്ട്. നമുക്ക് ഒരെണ്ണം മാത്രമായിട്ട് നമുക്ക് എടുക്കാം, എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് 3-4 മോഡൽസ് വരുന്നുണ്ട്. ഈ ഒരു 8 ഇഞ്ചിൽ തന്നെ ഹൈക്യൂ സ്പീക്കറുകൾ എന്നാണ് പണ്ടൊക്കെ നമുക്ക് പറഞ്ഞു കേട്ടിരുന്നത്. ഫിലിപ്സിൻ്റെ ഹൈക്യൂ സ്പീക്കർ എന്നാണ് പറഞ്ഞത്. അപ്പം ആ ഒരു നെയിം തന്നെ ഇവരുടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് 3-4 മോഡൽസ് വരുന്നുണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്ന മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗണ്ട് ഷേപ്പാണ്. റൗണ്ട് ഷേപ്പ് എന്ന് പറയുമ്പോൾ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് 48001 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അത് ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് അതിലേക്ക് വരാം. അതിന് മുമ്പ് നമുക്കിവിടെ നോക്കാം. ന്യൂ ഇംപ്രൂവ്ഡ് ഹൈക്യൂ 25 വാട്ട്സ് മാക്സിമം പവർ. അപ്പോൾ ഇതൊരു RMS 25 വാട്ട്സ് തന്നെയാണ് ഇപ്പോഴും ഈ ഒരു സ്പീക്കറിൽ കൊടുത്തിട്ടുള്ളത്. പണ്ട് 20 വാട്ട്സ് ആയിരുന്നു. ഇപ്പം പിന്നെ മാക്സിമം PMB 40 വാട്ട്സ് വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫിലിപ്സിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള വാട്ട്സ് ഒന്നും എഴുതത്തില്ല. ഇപ്പോൾ 1000 വാട്ട്സ് 500 വാട്ട്സ് ഒന്നും എഴുതാറില്ല. ഇവർ ഇതിനകത്ത് എത്രയാണോ സാധാരണ ഇപ്പോൾ ഒരു 8 ഇഞ്ച് വൂഫർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ അതിനകത്ത് 100 വാട്ട്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ 250 വാട്ട്സ് മാക്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാകും. ഇവരങ്ങനെയൊന്നും എഴുതില്ല. കറക്റ്റ് വാട്ട്സ് ഇതിനകത്ത് എത്ര ഉണ്ടോ അത്രയും മാത്രമേ ഇവർ എഴുതത്തുള്ളൂ. പിന്നെ ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഒരു ഫ്രീക്വൻസി റേഞ്ച് 55 തൊട്ട് 20,000 kHz വരെ, അതായത് ഫുൾ റേഞ്ച് സ്പീക്കറാണ്. അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് അവർ എഴുതിയിട്ടുണ്ട്. ഏകദേശം നമുക്ക് കേൾക്കാൻ പറ്റുന്ന മിഡ് ഹൈ, ലോ അല്പം കുറവാണ്, 55 തൊട്ടാണ്. അപ്പം ഒരു ആ ഒരു മുഴക്കം ചിലപ്പം കുറവായിരിക്കും, പക്ഷേ വോക്കലും ഹൈയും എല്ലാം അടിപൊളിയായിട്ട് ഈ ഒരു സ്പീക്കറിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു ഫുൾ റേഞ്ച്, കറക്റ്റ് ഫുൾ റേഞ്ച് സ്പീക്കറാണ്. അപ്പോൾ ഫിലിപ്സിൻ്റെ ബ്രാൻഡിങ് അതുപോലെ അവരുടെ ഒരു ക്യാപ്ഷനും ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ മോഡൽസും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇവർ 2 എണ്ണത്തിൻ്റെ സ്പെസിഫിക്കേഷൻസ് അവർ കൊടുത്തിട്ടുണ്ട്. 8 ഇഞ്ച് ഒക്ടാഗണലും അതുപോലെ 8 ഇഞ്ച് റൗണ്ട്. ഇത് നമുക്ക് ഫുൾ റേഞ്ച് റൗണ്ടാണ്. പക്ഷേ അതിൻ്റെ സ്പെക്ക് വ്യത്യാസമുണ്ട് കേട്ടോ. രണ്ടും വ്യത്യാസമുണ്ട്. കാരണം ഒക്ടാഗണൽ വരുമ്പോൾ നമുക്ക് മാക്സിമം വാട്ട്സ് എന്ന് പറഞ്ഞാൽ 15 വാട്ട്സ് ആണ്. വെറും 15 വാട്ട്സ് ആണ് ഇതിൻ്റെ RMS. പക്ഷേ ആ ഒരു 15 വാട്ട്സ് കറക്റ്റ് ആയിരിക്കും. 25 വാട്ട്സ് മാക്സിമം. അതുപോലെ വെയിറ്റിൽ വ്യത്യാസമൊന്നുമില്ല, വെയിറ്റ് ഒക്കെ സെയിം തന്നെയാണ്. പിന്നെ ഓംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 മോഡൽ വരുന്നു. 4 ohms മോഡൽ വരുന്നുണ്ട്, 8 ohms മോഡൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ റൗണ്ടിൽ നമുക്ക് 4 ohms മോഡൽ വരുന്നുണ്ട്, 8 ohms മോഡൽ വരുന്നുണ്ട്. നമ്മുടെ ഇരിക്കുന്നത് 4 ohms മോഡലാണ്. അപ്പോൾ റൗണ്ടിൽ വരുന്ന സമയത്ത് നമുക്ക് RMS പവർ കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. 25 വാട്ട്സ് വരെ നമുക്ക്
RMS കിട്ടുന്നുണ്ട്. ഒക്ടാഗണലായിരുന്നപ്പോൾ 15 വാട്ട്സേ ഉള്ളായിരുന്നു. പിന്നെ നമുക്ക് മാക്സിമം 40 വാട്ട്സ് വരെ കൊടുക്കാൻ പറ്റും. വെയിറ്റും സെയിം ആണ്. മാഗ്നറ്റിൻ്റെ സൈസ് സെയിം ആണ്. മാഗ്നറ്റിൻ്റെ സൈസ് എല്ലാം സെയിം ആണ്. പക്ഷേ ആ ഒരു പവർ ഹാൻഡിലിങ് കുറച്ച് വ്യത്യാസമുണ്ട്. ഒക്ടാഗണലിൽ കുറച്ച് RMS പവർ കുറവാണ്. അപ്പോൾ ഇത് നമുക്ക് റൗണ്ട് ഷേപ്പാണ്. ഇനി ഇതിൻ്റെ ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ, അപ്പം നമ്മൾ പറഞ്ഞ മോഡൽ എന്ന് പറയുന്നത് ഈ ഒരു മോഡലാണ്. അപ്പം റൗണ്ട് ഷേപ്പ് തന്നെ ഉദ്ദേശിച്ച് പോകുന്നവർക്ക് ഈ ഒരു മോഡലാണ് CTN 4813 സ്റ്റാർ. ഇതാണ് നമ്മുടെ മോഡൽ എന്ന് പറയുന്നത്, അതായത് 4 ohms വരുന്നത്. ഇനി 8 ohms ആണെങ്കിൽ CTN 48414 സ്റ്റാർ. ഇതാണ് റൗണ്ട് ഷേപ്പിലുള്ള 4 ohmsഉം 8 ohmsഉം. ഒക്ടാഗണൽ ഷേപ്പിലുള്ള 4 ohmsഉം 8 ohmsന്റെ മോഡലാണിത്. പിന്നെ അതിൻ്റെ ഒരു ഡയമെൻഷൻസും കാര്യങ്ങളും അവർ കൊടുത്തിട്ടുണ്ട്. റൗണ്ട് ഷേപ്പ് ആണെങ്കിൽ എങ്ങനെയാണ്, ഒക്ടാഗണൽ ഷേപ്പ് ആണെങ്കിൽ എങ്ങനെയാണ്, റൗണ്ട് ഷേപ്പ് ആണെങ്കിൽ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഗ്രാഫ് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഫ്രീക്വൻസി ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിന് ഈ ഒരു വൂഫറിന്, ഈ ഒരു സ്പീക്കറിന്, ആക്ച്വലി വൂഫറല്ല സ്പീക്കറിന് കുറച്ചും കൂടെ ലോ ഹാൻഡിൽ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി നമുക്ക് ഈ ഒരു സ്പീക്കറിലുണ്ട്. എന്തായാലും നമുക്ക് ഇത്രയൊക്കെയാണ് ഈ ഒരു ബോക്സിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് 550 രൂപയ്ക്കാണ് നമുക്ക് കിട്ടിയത്. പ്രൈസ് അത്യാവശ്യം എനിക്ക് തോന്നുന്നു കുറവാണെന്ന് തോന്നുന്നു. കാരണം ഒരു 700 രൂപയൊക്കെ പ്രൈസ് വരേണ്ട ഒരു പ്രോഡക്റ്റ് ആയിരുന്നു അന്ന്. അപ്പം നമ്മൾ വാങ്ങിയ സമയത്ത് ഒരു ചെറിയ ഓഫറൊക്കെ ഉണ്ട്, ഓണത്തിൻ്റെ ഓഫർ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം എന്തായാലും നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വിലയിൽ തന്നെ നമുക്ക് കിട്ടി. 550 രൂപ ഒരു പീസിന് 550 രൂപയാണ് നമുക്ക് ആയത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി എന്തായാലും നമുക്ക് ഇളക്കി നോക്കാം. കാരണം ഇതിപ്പം കുറേ പ്രാവശ്യം അവർ ഇളക്കി ഇപ്പം വരുന്ന കസ്റ്റമേഴ്സിനെ കാണിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഒരു ബോക്സൊക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. പിന്നെ ഓൾറെഡി പഴയ സ്റ്റോക്കാണ്. അപ്പോൾ ഇത് ഒറിജിനൽ ഫിലിപ്സിൻ്റെ സ്പീക്കർ തന്നെയാണ്. പറഞ്ഞ പോലെ ഹോളോഗ്രാം കാണാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഫിലിപ്സ് ഞാൻ പറഞ്ഞില്ല, ബ്രാൻഡ് നമ്മൾ വിറ്റു എന്ന് പറഞ്ഞു. അപ്പം ഇപ്പം എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു നെയിം, ബ്രാൻഡ് നെയിം ഒരു കമ്പനിക്കും അതുപോലെ തന്നെ ഇവരുടെ പ്രോഡക്റ്റുകളെല്ലാം മോഡലുകളെല്ലാം ഒരു കമ്പനിക്കും അങ്ങനെ രീതിയിലായിരിക്കും ഇവർ കൊടുത്തത്. അതുകൊണ്ടായിരിക്കും ആ ഒരു ഒറിജിനൽ ഹോളോഗ്രാം കാണാത്തത്. പക്ഷേ ഇത് ഒറിജിനൽ ഫിലിപ്സിൻ്റെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ഫിലിപ്സിൻ്റെ ഒരു ബ്രാൻഡിങ് ഉള്ള ഒരു ബൈൻഡ് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ സാധാ ഒരു ലോക്കൽ സ്പീക്കർ ആണെങ്കിൽ ഇങ്ങനെയൊന്നും അവർ മെനക്കെടാൻ നിൽക്കില്ല. ജസ്റ്റ് കവറിലിട്ടൊരു ബൈൻഡിനകത്തിട്ടൊരു കവറിലിട്ട് പൊതിഞ്ഞ് തിരുത്തേ ഉള്ളൂ. പിന്നെ ഫിലിപ്സിൻ്റെ ബ്രാൻഡോട് കൂടി തന്നെ ഉള്ളൊരു പ്ലാസ്റ്റിക് കവറിങ്ങും ഉണ്ട്. നമുക്ക് ഇളക്കി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിലിപ്സിൻ്റെ 8 ഇഞ്ച് ഫുൾ റേഞ്ച് സ്പീക്കർ എന്ന് പറയുന്നത്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. നമുക്ക് ഡുവൽ കോൺ ഇവിടെ കാണാൻ പറ്റും. ഫിലിപ്സിൻ്റെ ബ്രാൻഡിങ്ങോടുകൂടി ഒരു ഡസ്റ്റ് ക്യാപ്പ് ഇവിടെ കാണാൻ പറ്റും. പിന്നെ പേപ്പറിൻ്റെ ക്വാളിറ്റി പണ്ടത്തെ ആ ഒരു ഒക്ടാഗണൽ ഷേപ്പുള്ള ഒരു സ്പീക്കറോട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ക്വാളിറ്റി ഉണ്ട്. കാരണം ആ ഒരു സ്പീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡും ഹൈയും ഒക്കെ കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ പേപ്പറിന് കുറച്ച് കട്ടി കുറവെന്ന് വെച്ചാൽ ക്വാളിറ്റി കുറവെന്നുള്ളതല്ല, അതിൻ്റെ ആവശ്യമുള്ളായിരുന്നു. അപ്പോൾ ഇതിനകത്ത് കുറച്ചും കൂടെ ഒരു ബേസ് ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം കുറച്ച് കട്ടിക്കാണ് അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള വൈൻഡിങ് ആണ്, കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. സാധാ ലോക്കൽ ബ്രാൻഡിൻ്റെ ഒരു വൈൻഡിങ് ഒന്നും അല്ല, ഫിലിപ്സിൻ്റെ പക്ക ക്വാളിറ്റി ഉള്ള വൈൻഡിങ് തന്നെയാണ്. പിന്നെ ഫ്രെയിമിലേക്ക് വരികയാണെങ്കിൽ ഗോൾഡ് കളറിലുള്ള ഒരു ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല ക്വാളിറ്റി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ബാക്ക് സൈഡിലേക്ക് വരാം. മാഗ്നറ്റ് 4 ohms എന്ന് അവർ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. 30 വാട്ട്സ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം ഒരു 25 വാട്ട്സ് ആണ് ഇതിൻ്റെ RMS നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 20 വാട്ട്സൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിലാണ് ഒരു കൺഫ്യൂഷൻ വരുന്നത്. ഇപ്പം പലരും പറയും ഈ ഫിലിപ്സിൻ്റെ ഒറിജിനലാണെങ്കിൽ നമുക്ക് ഒരു മഞ്ഞ സ്റ്റിക്കറാണ്. അപ്പം അവരിപ്പം ലാസ്റ്റ് ഇറക്കിയ മോഡലിൽ ഇങ്ങനെയായിരിക്കാം ചിലപ്പോൾ സ്റ്റിക്കർ ഒട്ടിച്ചത്. അപ്പോൾ അത് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് കറക്റ്റ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. 4 ohms ഇമ്പഡൻസ്, 30 വാട്ട്സ് പവർ, ഫിലിപ്സിൻ്റെ സൗണ്ട് സൊല്യൂഷൻസ്, പിന്നെ ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്, പ്രോഡക്റ്റ് കോഡായിരിക്കും. അപ്പോൾ ഇതിലെ ഈ ഒരു കോഡിൽ തന്നെ നമുക്ക് ചിലപ്പോൾ ഇതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ്, നമുക്ക് എന്തായാലും ബോക്സിൽ മാനുഫാക്ചറിങ് ഡേറ്റ് ഉണ്ടോ നമുക്ക് നോക്കാം. മാനുഫാക്ചറിങ് ഡേറ്റ് ഒന്നും അവർ കൊടുത്തിട്ടില്ല. പക്ഷേ ഇവരുടെ വീക്ക് നമ്പർ, ഓക്കെ, ഫിലിപ്സിൻ്റെ ഇത് മാനുഫാക്ചർ ചെയ്ത കമ്പനിയുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെയാണോ പണ്ടുള്ള മോഡലുകൾ ഇറക്കിയിരുന്ന ബ്രാൻഡിൻ്റെ ഒരു അഡ്രസ്സൊന്നും നമുക്ക് അറിയത്തില്ല. എന്തായാലും ഒറിജിനൽ ആണെന്നുള്ളത് നമ്മൾ കൺഫേം ആക്കിയൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ആ ഒരു മാനുഫാക്ചറിങ് ഡേറ്റ് ഇല്ല. എങ്ങനെയൊക്കെ പോയാലും ഒരു 4 വർഷമെങ്കിലും പഴക്കം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് മിനിമം. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇറക്കിയ മോഡലാണ് തോന്നുന്നു. ഫിലിപ്സ് സ്പീക്കറുകൾ പ്രൊഡക്ഷൻ നിർത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ലാസ്റ്റ് ഇറക്കിയ ഒരു മോഡലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നമുക്കിവിടെ സോൾഡർ ചെയ്യുന്ന ടൈപ്പ് ഒരു കണക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് നെഗറ്റീവും പോസിറ്റീവും എല്ലാം അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എളുപ്പമായി. പിന്നെ നമുക്ക് സ്പൈഡറിലേക്കൊക്കെ വരികയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ടുള്ളൊരു സ്പൈഡറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം മൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്.
പക്ഷേ കുറവാണ്. പക്ഷേ നമ്മളിപ്പോൾ ഒരു PA സിസ്റ്റത്തിന് വേണ്ടി യൂസ് ചെയ്താലും അത്യാവശ്യം പെർഫോമൻസ് നമുക്ക് കിട്ടും കേട്ടോ. ഈ ഒരു വൂഫർ മാത്രം ഈ ഒരു സ്പീക്കർ മാത്രം വെച്ചിട്ടൊരു ബോക്സിൽ നമുക്ക് അത്യാവശ്യം ഒരു പ്രോഗ്രാമൊക്കെ സെറ്റ് ചെയ്യാം. ഒരു കുഞ്ഞ് പ്രോഗ്രാം, വീട്ടിലെ ചെറിയ ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വൂഫറാണ്. അത്രയ്ക്ക് ആ ഒരു ശബ്ദം എറിഞ്ഞു കൊള്ളിക്കാൻ പറ്റുന്ന ഒരു കഴിവുള്ളൊരു സ്പീക്കറാണ് ഈ ഒരു സ്പീക്കർ. അത്യാവശ്യം ക്വാളിറ്റി തന്നെയാണ് കേട്ടോ എല്ലാം ചെയ്തിരിക്കുന്നത്. സാധാരണ ലോക്കൽ സ്പീക്കറൊക്കെ ആണെങ്കിൽ ഈ ഒരു ബീഡിംഗ് ഒന്നും അത്ര ക്വാളിറ്റി ഉള്ള ആയിരിക്കത്തില്ല. പക്ഷേ ഇതിനകത്തെല്ലാം നല്ല ക്വാളിറ്റി തന്നെയാണ് ചെയ്യുന്നത്. കാരണം ഇത് കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ പണ്ടത്തെ വരുന്ന സ്പീക്കറുകൾക്ക് ഈ ഒരു ഫിലിപ്സിൻ്റെ ബ്രാൻഡിങ് ഇവിടെ വരില്ലായിരുന്നു. ബാക്കിൽ ഈ ഒരു മാഗ്നറ്റിൻ്റെ മുകളിലായിട്ടൊരു മഞ്ഞ സ്റ്റിക്കറിൽ ഫിലിപ്സ് ഇത്ര വാട്ട്സ് ഇത്ര ഓംസ് ഇത്ര മാത്രമേ ഒരു ഇതുള്ളായിരുന്നു. പക്ഷെ ഇപ്പം ഇങ്ങനെയാണ് വരുന്നത്. എന്നാലും നമുക്ക് അടുത്തൊരു പെട്ടി ഇവിടെ ഉണ്ട്, അതോടെ ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഇതിനകത്ത് നമുക്ക് ആ ഒരു ബൈൻഡ് കിട്ടിയില്ല. കാരണം ഇതിപ്പോൾ അവർ ഒരുപാട് പേര് വരുന്നവർക്ക് എടുത്ത് കാണിക്കുന്ന ഒരു സ്പീക്കർ ആയതുകൊണ്ട് ചിലപ്പോൾ ആ ഒരു ബൈൻഡ് മിസ്സായതായിരിക്കാം. ഇത് വരുമ്പോഴേ നമുക്ക് നേരത്തെ പറഞ്ഞവർക്കൊക്കെ അവർ കൊടുക്കത്തുള്ളൂ. കാരണം വല്ലപ്പോഴുമാണ് ഈ ഒരു സ്പീക്കറിൻ്റെ സ്റ്റോക്ക് വരുന്നതെന്ന് അവർ പറഞ്ഞു. ഇപ്പോൾ എന്തായാലും 2 പീസും കൂടി ആ ഒരു കടയിൽ ഇരിപ്പുള്ളൂ. പെട്ടെന്ന് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പം ആ ഒരു പീസ് കിട്ടും, അല്ലെങ്കിൽ അത് പോകാൻ ചാൻസ് കൂടുതലാണ്. കാരണം ഞാൻ ചെന്നപ്പോൾ ഒരു മിനിമം 10 പീസെങ്കിലും ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ വാങ്ങാനായിട്ട് 2 ദിവസം കഴിഞ്ഞ് ചെന്നപ്പോഴത്തേന് 4 പീസേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ 8 ഇഞ്ച് ഫിലിപ്സിൻ്റെ ഫുൾ റേഞ്ച് സ്പീക്കർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്തായാലും എൻ്റെ പെർഫോമൻസ് നോക്കാം. അഹൂജയുടെ 4040 SML തന്നെ കൊടുത്തതിൻ്റെ പെർഫോമൻസ് നമുക്ക് നോക്കാം, എത്രത്തോളം ശബ്ദം തെള്ളി വിടുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ പാട്ടുകളും പ്ലേ ചെയ്യാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തൽക്കാലം നമുക്കൊരു NCS പാട്ടിട്ട് പ്ലേ ചെയ്ത് നോക്കാം. പിന്നെ ഞാനൊരു ഷോർട്ടായിട്ടൊക്കെ കുറച്ച് വീഡിയോസ് ഇടാം. ഇതിൻ്റെ നമ്മുടെ മലയാളം പാട്ടൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഒരു വോക്കൽ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നുള്ളതിൻ്റെ കുറച്ച് ഷോർട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് ഇനിയുള്ള വീഡിയോസൊക്കെ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ വോയിസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അഹൂജയുടെ 4040 SM ആണ്. നമ്മളിതിൻ്റെ റിവ്യൂ ഒക്കെ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടതാണ്. ചെറിയൊരു സർവീസിങ് ചാനലുള്ളതുകൊണ്ടാണ് അഴിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ വയറെടുത്ത് നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനത് ഓൾറെഡി ചെക്ക് ചെയ്ത് നോക്കി, ബോൾട്ടൻ്റെ ഓഫറിൽ ഓഡിയോ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് ഇതിനകത്ത് കൊടുക്കുന്നത്. വല്ല DC വോൾട്ടോ വല്ലതും കയറി വരുന്നതെന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് കൊടുക്കാഞ്ഞത്. എന്നാലും നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, സംഭവം വർക്കിംഗ് ആണെന്ന് തോന്നുന്നു. നമുക്കൊരു പാട്ട് പ്ലേ ചെയ്ത് നോക്കാം. Don't know what to do anymore. I'm out of options, nothing's working. I'm out of service. Come help me now, I'm fucking nervous. I'm trying but can't scratch the surface. So I get my mouth shut and not listen. Afraid I lose you if I didn't do it. But what we're missing is compromise. So I keep my shoes on and not leaving. We're on thin ice with the season. Can't wait for a single reason not to say goodbye. Oh, if I said what's on my mind, would you stay with me tonight? If I said what's on my mind. അപ്പം ഞാൻ പറഞ്ഞ തന്നെ കുറച്ച് ലോ ഫ്രീക്വൻസി ഹാൻഡിൽ ചെയ്യുന്നൊരു സ്പീക്കറാണിത്. ആ ഒരു പെർഫോമൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അധികം ബേസ് ഇട്ട് നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല, ചെറിയൊരു പതർച്ച വരുന്നുണ്ട്. ഇത് മെയിൻലി വോക്കലിൽ ഉദ്ദേശിച്ചിട്ടുള്ളൊരു സ്പീക്കറായിട്ടായിരിക്കാം ആ ഒരു പതർച്ച വരുന്നത്. കുറച്ച് ബേസ് കൂട്ടുന്ന സമയത്ത് ഒരു പതർച്ച കാണുന്നുണ്ട്. അപ്പം അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ പക്കയാണ്, അടിപൊളിയായിട്ട് വോക്കൽ വരുന്നുണ്ട്, നല്ല ക്ലാരിറ്റിയിൽ. ഞാൻ ഒരു ബോൾട്ടൻ്റെ സ്പീക്കറായിട്ട് കൊടുത്തു നോക്കി, കമ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും ഇത് നല്ല രീതിയിൽ ശബ്ദം എറിഞ്ഞ് കൊള്ളിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് നമുക്ക് ഈ ഒരു ഫിലിപ്സിൻ്റെ സ്പീക്കറിൽ നിന്ന് കിട്ടുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു സ്പീക്കറോട് കണക്ട് ചെയ്ത് നോക്കാം. ഇതിലവർ പോസിറ്റീവ് നെഗറ്റീവ് മെൻഷൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് വളരെ ഈസിയാണ് നമുക്ക് കണക്ട് ചെയ്യാനൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒരു പാട്ടോട് നിന്ന് പ്ലേ ചെയ്ത് നോക്കാം ഈ ഒരു സ്പീക്കറിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത്.
options, nothing's working. I'm out of service. Come help me now, I'm fucking nervous. I'm trying but can't scratch the surface. So give my mouth shut and show us overnight. We're open eyes with decisions. Get away passing, no reason not to say goodbye. Oh, if I said what's on my mind, would you stay with me tonight? അപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ ബേസ് അത്യാവശ്യം കുറച്ചിട്ട് നല്ല രീതിയിൽ വോളിയം കയറ്റിയാലും ഒരു പതർച്ച എനിക്ക് ഫീൽ ചെയ്തില്ല. അല്പം ബേസ് കയറ്റുമ്പോഴാണ് പ്രശ്നമായിട്ടൊന്ന് തോന്നുന്നത്. അപ്പം ഇത് വാങ്ങാൻ പോകുന്നവർ ഒരിക്കലും ഒരു സബിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ സാധാ ഒരു 8 ഇഞ്ച് വൂഫറിൻ്റെ പെർഫോമൻസ് പ്രതീക്ഷിച്ച് പോയി വാങ്ങരുത്. ഇത് ഫുൾ റേഞ്ച് സ്പീക്കറാണ്. ഇടിയല്ല അവർ മെയിൻലി നോക്കുന്നത്, വോക്കലാണ് മെയിൻലി അവർ നോക്കിയിട്ടുള്ളത്. ഈ ഒരു സ്പീക്കറും മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പം പാട്ട് കേൾക്കുക, ശുദ്ധമായിട്ടുള്ള ഒരു വോയിസ് കേൾക്കുക എന്നുള്ള ഒറ്റ ഒരു ഉദ്ദേശം കൊണ്ട് ഈ ഒരു സ്പീക്കർ വാങ്ങുക. ഞാൻ ആ ഒരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് വാങ്ങിയത്. ഇടിക്ക് നമുക്ക് സബ് ഉണ്ട് അല്ലെങ്കിൽ സാധാ വൂഫർ ഉണ്ട്. ഇത് വൂഫറല്ല, ഫുൾ റേഞ്ച് സ്പീക്കറാണ്. അപ്പോൾ ആ ഒരു പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ പക്ക ആ ഫിലിപ്സിൻ്റെ ആ ക്വാളിറ്റി എനിക്കിപ്പോൾ ശരിക്കും, ഞാൻ ആദ്യമായിട്ടാണ് ഫിലിപ്സിൻ്റെ സ്പീക്കർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 8 ഇഞ്ച് സ്പീക്കറിന് ഇത്രയും പെർഫോമൻസ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി ഇതിനകത്തുണ്ട്. ആദ്യം ഒരു പതർച്ച വന്നത് നമ്മൾ ബാസ് അല്പം കൂട്ടിയിട്ടതുകൊണ്ടായിരുന്നു. ബാസ് അത്യാവശ്യം കുറച്ചിട്ട് നല്ല വോളിയം കൂട്ടിയിട്ടും ഒരു പതർച്ച എനിക്ക് ഫീൽ ചെയ്തില്ല. ആ പറഞ്ഞത് കറക്റ്റാണ്. നമുക്ക് ബോക്സ് ഇല്ലെങ്കിലും ഈ ഒരു സ്പീക്കറിൽ നമുക്ക് അത്യാവശ്യം പെർഫോമൻസ് കിട്ടും. അത്യാവശ്യം സൗണ്ട് തള്ളിവിടും. ആ ഒരു വോക്കൽ, ആ പാട്ടിൻ്റെ ആ ഒരു വോക്കൽ നല്ല രീതിയിൽ നമുക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു സ്പീക്കറിൽ. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഫിലിപ്സിൻ്റെ 8 ഇഞ്ച് ഫുൾ റേഞ്ച് സ്പീക്കറിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ കടയിൽ 2 സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. അത് ഇനി സ്റ്റോക്ക് വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. വിളിച്ച് ചോദിക്കുക. സ്റ്റോക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് ഫിലിപ്സിൻ്റെ ഈ ഒരു സ്പീക്കർ എന്ന് പറയുന്നത്. അങ്ങനെയൊന്നും സ്റ്റോക്ക് കിട്ടത്തില്ല, ഓൾഡ് സ്റ്റോക്കേ കിട്ടാൻ ചാൻസ് ഉള്ളൂ. എങ്കിലും നല്ലൊരു പെർഫോമൻസ് നമുക്ക് ഈ ഒരു സ്പീക്കറിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫിലിപ്സിൻ്റെ ഫുൾ റേഞ്ച് 8 ഇഞ്ച് 4 ohms സ്പീക്കറിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ നമ്മുടെ മലയാളം പാട്ടുകളൊക്കെ, ഓ ഷിറ്റ്, ഇതിൻ്റെ പേപ്പർ കീറി, ഇതിപ്പോൾ കീറിയതാണോ അതോ നേരത്തെ കീറിയതാണോ എന്ന് അറിയത്തില്ല. ഓ ഷിറ്റ്. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോ ചെക്ക് ചെയ്ത് നോക്കണം. നേരത്തെ ഇത് കീറിയിട്ടുണ്ടോ ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷെ അതൊരു പെർഫോമൻസിനൊന്നും ബാധിക്കത്തൊന്നുമില്ല കേട്ടോ. ഈ ഒരു സൈഡ് കീറിയതുകൊണ്ട് പെർഫോമൻസിനൊന്നും ബാധിക്കാൻ ചാൻസ് കുറവാണ്. ഇതിപ്പോൾ എങ്ങനെ കീറിയെന്നൊരു പേടിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മുടെ മലയാളം പാട്ടുകളൊക്കെ ഇട്ട് കുറച്ച് ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ നമ്മുടെ മലയാളം പാട്ടിലുള്ള വോക്കൽ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.